സമരത്തിൽ ഇപ്പോൾ വരുന്ന ആദ്യ വാർത്തയിലേക്കാണ്. ജന്തർ മന്ദറിലെ CJP പ്രതിഷേധത്തിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. കല്ലേറുണ്ടായി, പിന്നാലെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ ഇതാണ്. पुलिस ने आंसू गैस का प्रयोग कर दिया है। उधर लगातार यहाँ पुलिस और छात्रों के बीच हिंसक झड़प हुई है। छात्रों ने पुलिस का डंडे छीन लिए, जिसके बाद पुलिस ने बल प्रयोग करना शुरू कर दिया है। दरअसल छात्रों ने कुछ पुलिसकर्मियों को निशाना बनाया। उन पुलिसकर्मियों को छुड़ाने के लिए जब बाकी पुलिसकर्मियों और RAF के जवान आए तो ये हिंसक भिड़ंत और ज्यादा हिंसक हो गई। अभी आप देख सकते हैं छात्र जमा है और पुलिस को पीछे हटना पड़ा है। फिलहाल पुलिस पीछे हटने के बाद आंसू गैस के गोले का प्रयोग कर रही है। വിശ്വപ്രസാദ് വിവരങ്ങളുമായിട്ട്. വിശ്വ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു പ്രകോപനമില്ലാതെ പോലീസ് സമരക്കാർക്ക് നേരെ ബലപ്രയോഗം നടത്തുകയായിരുന്നോ, അതോ സമരക്കാരുടെ ഭാഗത്തു നിന്ന് കല്ലേറുണ്ടായോ? എന്താണ് സംഭവിച്ചത്? ക്ലിയർ അല്ല, ഒന്നുകൂടി. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ഇരുപക്ഷത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസുകാർക്കെതിരെ സമരക്കാരുടെ ഭാഗത്തു നിന്ന് കല്ലേറുണ്ടായി എന്ന ചില പ്രചരണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്ന് തൊട്ടു പിന്നാലെ ലാത്തി ചാർജ് ഉണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലാത്തി ചാർജിന് തൊട്ടു പിന്നാലെ പോലീസ് കണ്ണീർവാതകവും പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. പക്ഷെ ആ പിൻവാങ്ങലിൽ ഉൾപ്പെടെ പ്രതിഷേധക്കാർ വീണ്ടും സംഘടിച്ച് അതിന്റെ സമീപത്തേക്ക് തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ആ ഒരൊറ്റ സംഭവത്തോടു കൂടി സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മാറി എന്നതാണ് വസ്തുത. എന്തായാലും നിലവിൽ സ്ഥിതി ശാന്തമാണല്ലേ? ഇല്ല, അവിടെ റേഞ്ച് പ്രശ്നമുണ്ട് വിഷ്ണു. നിലവിൽ സ്ഥിതികൾ ശാന്തമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അല്പം മുൻപ് നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ്. സമരക്കാരുടെ ഭാഗത്തുനിന്ന് കല്ലേറുണ്ടായി എന്നും തുടർന്ന് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചെന്നുമാണ്. എന്തായാലും അതിലൊരു ക്ലാരിറ്റി തീർച്ചയായും നാളെയോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രണ്ട് ഭാഗത്തുനിന്നും ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും സാധ്യതയുണ്ട്. നിലവിൽ അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു.